ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവി നിർണ്ണയിക്കാൻ ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. 2026 ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് ആഗോളതലത്തിൽ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാകാൻ പോവുകയാണ്. ജനങ്ങൾ, ഗ്രഹം, പുരോഗതി എന്നീ പ്രമേയത്തിൽ അധിഷ്ഠിതമായ ഈ ഉച്ചകോടി ഗ്ലോബൽ സൗത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ആഗോള AI സമ്മേളനം കൂടിയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡെ സിൽവ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ ലോക നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നെതർലാൻഡ്, ശ്രീലങ്ക, ഭൂട്ടാൻ, മൗറീഷ്യസ് തുടങ്ങി 20 രാജ്യങ്ങളിലെ ഭരണ തലവന്മാരും 45 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികളും ഇതിൽ ഭാഗമാകും. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചകളിൽ പങ്കുചേരും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉച്ചകോടിയിൽ 700-ലധികം സെഷനുകളാണ് നടക്കുന്നത്. AI സുരക്ഷ, ഗവേണൻസ്, ധാർമ്മികമായ വിന്യാസം, ഡാറ്റ സംരക്ഷണം എന്നിവയിൽ ഊന്നൽ നൽകുന്നതാണ് ഈ ചർച്ചകൾ. കൂടാതെ AI കോമൺസ്, വിശ്വസനീയമായ AI ടൂളുകൾ, കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഓരോ മേഖലയിലും AI എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള വിപുലമായ പഠനങ്ങളും അവിടെ സമർപ്പിക്കപ്പെടും. ഉത്തരവാദിത്തമുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു AI ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് ഈ ഉച്ചകോടിയിൽ അടിവരയിടുന്നു. ഇന്ത്യയുടെ സോവറിൻ AI കാഴ്ചപ്പാടും ഇതിൽ ചർച്ചയാകും. കൂടാതെ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കുമിടയിൽ AI അവബോധം വളർത്തുന്നതിനായി തയ്യാറാക്കിയ യുവ AI ഫോർ ഓൾ പോലുള്ള ദേശീയ നൈപുണ്യ പദ്ധതികളും ഈ വേദിയിൽ പ്രദർശിപ്പിക്കും. ആഗോള സഹകരണം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര വികസനത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ വിശ്വപങ്കാളിയാക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുമാണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ AI ശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറുന്നതിന്റെ അടയാളമായിരിക്കും ഈ 5 ദിനങ്ങളിലെ ഡൽഹിയിലെ ചർച്ചകൾ.